ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയിട്ട് ഒരു വർഷമാവുന്നു. ട്രംപിന്റെ രണ്ടാം വരവോടെ ലോകത്താകമാനം നിരവധി സംഭവ വികാസങ്ങളാണ് ഉടലെടുത്തത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്ന് ഇന്ത്യ കരുതിയിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ട്രംപിന്റെ ഉയർന്ന തീരുവയും ഇന്ത്യക്കാരെ നാടുകടത്തിയതും അതിർത്തികൾ കർശനമാക്കിയതും സൈനിക ഇടപെടലുകളുമൊക്കെ ഇന്ത്യക്ക് തിരിച്ചടിയായി. അവയിൽ പലതും നമ്മെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 10 വർഷത്തോളമായി അമേരിക്കയുമായി വ്യാപാരം, കുടിയേറ്റം, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നിൽ നിന്നിരുന്നു. എന്നാൽ ട്രംപിന്റെ തിരിച്ചുവരവിന് ശേഷം ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ നേരിട്ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യക്ക് അപ്രിയമായി. US പ്രസിഡന്റ് താൻ അവസാനിപ്പിച്ച 8 യുദ്ധങ്ങളിലൊന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണെന്ന് അവകാശപ്പെടുന്നു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് അമേരിക്ക പലപ്പോഴായി 150% പിഴ ചുമത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അസ്വാരസ്യത്തിന് വഴിതെളിച്ചു. പ്രത്യേകിച്ച് വ്യാപാരം, കുടിയേറ്റം എന്നീ 2 മേഖലകളിൽ പ്രശ്നങ്ങൾ നേരിട്ടു. 2025 ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US 50% തീരുവ ചുമത്തി. അതിൽ റഷ്യൻ എണ്ണ വാങ്ങിയതിന് 25% അധിക തീരുവയും ഉൾപ്പെടുന്നു. സമാന പ്രശ്നം നേരിടുന്ന ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി നോക്കുമ്പോൾ ഇന്ത്യക്ക് അധിക തീരുവയാണ് ചുമത്തിയത്. വളർന്നുവരുന്ന വിപണി എന്ന നിലയിൽ ഉയർന്ന താരിഫുകൾ രാജ്യത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. ഉയർന്ന താരിഫുകൾ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും രാജ്യത്തിന് കയറ്റുമതി സ്ഥിരത കൈവരിക്കാനായി. സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിൽ US-ലേക്കുള്ള കയറ്റുമതിയിൽ 1% നേരിയ ഇടിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വിവിധ മേഖലകളിൽ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും ഈ കാലയളവിൽ കയറ്റുമതി $2,557 കോടി എന്നാൽ വാർഷികാടിസ്ഥാനത്തിൽ നിരവധി തൊഴിൽ മേഖലകളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ട്രംപിന്റെ ഉയർന്ന താരിഫ് നയം തുടർന്നു പോവുകയാണെങ്കിൽ ഇന്ത്യ കയറ്റുമതിയിൽ വലിയ പ്രതിസന്ധി നേരിട്ടേക്കും. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ എണ്ണയ്ക്ക് വില കുറച്ചതോടെ ഇന്ത്യ എണ്ണ വാങ്ങൽ ആരംഭിച്ചു. യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 2% മാത്രമാണ് റഷ്യൻ എണ്ണയെ ആശ്രയിച്ചിരുന്നത്. ഇത് 2025 35% വർദ്ധിച്ചു. ഇതേ തുടർന്ന് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവയും പ്രഖ്യാപിച്ചു. എന്നാൽ റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ചൈനയ്ക്ക് സമാനമായ പിഴകൾ ഏർപ്പെടുത്തിയിട്ടുമില്ല. മോദിയുമായി ട്രംപ് സൗഹൃദം പുലർത്തി എങ്കിൽ പോലും റഷ്യൻ എണ്ണയുടെ പേരിൽ ട്രംപ് കടുത്ത നിലപാട് തുടർന്നു. US ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയായി തുടരുന്നത് കണക്കിലെടുത്ത ഇന്ത്യ റഷ്യൻ എണ്ണ വെട്ടിക്കുറച്ചു. എങ്കിലും കടുത്ത തീരുവയുമായി ഇന്ത്യയെ വിടാതെ പിന്തുടരുകയാണ് ട്രംപ്. 2026 സാമ്പത്തിക വർഷം ഇതുവരെ റഷ്യൻ എണ്ണയുടെ വിഹിതം 32% കുറഞ്ഞിട്ടുണ്ട്. ഡിസംബർ ആയപ്പോഴേക്കും റഷ്യൻ എണ്ണ വാങ്ങലിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്കും എത്തി. അതേസമയം ട്രംപ് ഭരണകൂടവുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമത്തിൽ US-ൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയും വർദ്ധിച്ചു. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ US-ന്റെ പങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.6% നിന്ന് 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരട്ടിയായി 8.1%. നിലവിൽ കൂടുതൽ പൊരുത്തപ്പെടലുകൾക്ക് തയ്യാറാകാതെ മോദി ശക്തമായ നിലപാട് കൈക്കൊള്ളുകയാണ്. താരിഫുകൾക്ക് പുറമെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യ US ബന്ധത്തെ ബാധിച്ച പ്രശ്നം കുടിയേറ്റമായിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ അധികാരമേറ്റ മണിക്കൂറുകൾക്കുള്ളിൽ US-ലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് വേഗത്തിലാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഈ നീക്കം ഇന്ത്യയ്ക്കും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. 2022 വരെ 2 ലക്ഷത്തിലധികം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ US-ൽ താമസിക്കുന്നുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ പലരെയും നാടുകടത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 200-ലധികം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈവിലങ്ങുകളും ചങ്ങലകളും അണിയിച്ച് നാടുകടത്തിയത് ഇന്ത്യയിൽ വിവാദം സൃഷ്ടിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് കർശന നടപടി സ്വീകരിച്ചതോടെ വർഷം മുഴുവനും കൂടുതൽ ഇന്ത്യക്കാരെ നാടുകടത്തി. വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ പങ്കിട്ട ഡാറ്റ പ്രകാരം 2025 നവംബർ 28 വരെ 3250 ഇന്ത്യക്കാരെ US നാടുകടത്തി. ട്രംപിന്റെ മുൻ വർഷങ്ങളിലെ നാടുകടത്തലുകളേക്കാൾ വളരെ കൂടുതലാണിത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യവുമായാണ് ട്രംപ് അധികാരത്തിലെത്തിയത്. കുടിയേറ്റക്കാരെ അകറ്റുന്ന നയമാണ് ഇതിലൂടെ ട്രംപ് നടപ്പാക്കിയത്. കർശനവും ചെലവേറിയതുമായ വിസ പ്രക്രിയകൾ നടപ്പാക്കിയതിലൂടെ തൊഴിലാളികളും വിദ്യാർത്ഥികളും തിരിച്ചടി നേരിട്ടു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കർശനമാക്കി. പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തിരികെ പോരേണ്ടതായും വന്നു. ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുടെ കുടിയേറ്റത്തിനെതിരെയും കർശന നടപടി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യക്കാർ തിരിച്ചടി നേരിട്ടു. ഏറ്റവും വലിയ മാറ്റം
പുതിയ H-1B വിസ അപേക്ഷകൾക്ക് കുത്തനെ ഫീസ് വർദ്ധിപ്പിച്ച $1,00,000 ആക്കിയതായിരുന്നു. ഇത് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള തൊഴിലുടമകളുടെ ചെലവ് കൂടുതൽ വർദ്ധിപ്പിച്ചു. H-1B വിസകൾക്കായി വേതനാധിഷ്ഠിത വെയ്റ്റഡ് ലോട്ടറി സംവിധാനം വന്നതും ട്രംപിന്റെ പ്രധാന നീക്കമായിരുന്നു. ഇത് നേരത്തെയുള്ള റാൻഡം സെലക്ഷൻ പ്രക്രിയയേക്കാൾ ഉയർന്ന ശമ്പളമുള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകും. H-1B വിസകളിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന ഇന്ത്യക്കാർ വിസ പ്രോസസ്സിംഗിലെ കാലതാമസവും വർദ്ധിച്ച അനിശ്ചിതത്വവും നേരിടുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച H-1B വിസ അനുമതികൾ 2025 സാമ്പത്തിക വർഷത്തിൽ 19% കുറവാണ് രേഖപ്പെടുത്തിയത്.